നമസ്കാരം. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവിനോട് ശക്തമായ ഭാഷയിലാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിയോജിച്ചത്. ഭരണഘടനയിൽ നിശ്ചയിച്ചിട്ടില്ലാത്ത സമയപരിധി രണ്ട് ജഡ്ജിമാർ ഇരുന്ന് തീരുമാനിക്കുന്നത് എങ്ങനെ എന്നതാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന ഗവർണർ സുപ്രീം കോടതിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പരിധി ലംഘിക്കുന്ന വിധി എന്ന വിമർശനത്തോട് ഇന്ന് ചില പ്രതികരണങ്ങളുമുണ്ടായി. ജനാധിപത്യമാണ്, അതാണ് ഈ വിധികളിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്. ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ബില്ലുകളിലൂടെ പ്രതിഫലിക്കുന്നത്. അത് ജനങ്ങളുടെ പ്രതിനിധികളാണ് അത് പാസ്സാക്കുന്നത്. അത് അനന്തമായി അടയിരിക്കുക എന്ന് പറയുമ്പോൾ ജനാധിപത്യം തന്നെ ഇല്ലാതാകുന്നു എന്ന രൂപത്തിലേക്ക് എത്തും. അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ തക്ക തിരിച്ചറിവ് എല്ലാ ഗവർണർമാർക്കും ഉണ്ടാവുകയാണ് വേണ്ടത്. സുപ്രീം കോടതിയുടെ വിധി പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രപതി മുതൽ സകലർക്കും ബാധകമാണ്. ഗവർണറെ സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുന്നതടക്കമുള്ള ബില്ലുകൾ തടയപ്പെട്ടതിൽ കേരളം കോടതി വിധി കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് ഗവർണറുടെ എതിർ ശബ്ദം. ഇതോടെ സംസ്ഥാന സർക്കാരുമായി ഒത്തുപോകുന്ന ഗവർണർ പുതിയ തർക്കത്തിന് തുടക്കമിടുകയാണോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. UDFന്റെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. നിയമവിദഗ്ധൻ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഈ ചർച്ചയുടെ ഭാഗമാകും. CPMനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ VPP മുസ്തഫ, BJPയുടെ അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ആദ്യം നിയമവിദഗ്ധൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, പാർലമെന്റാണ് സുപ്രീം കോടതിയേക്കാൾ മുകളിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് ഇതുപോലെ ഒരു വിധി സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാർക്കിരുന്ന് പ്രസ്താവിക്കാൻ കഴിയുന്നതെന്നാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വിധി എല്ലാ പരിധികളും ലംഘിക്കുന്നതാണ് എന്നാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കേണ്ട ഒരു വിഷയമായിരുന്നു ഇത് എന്ന അഭിപ്രായം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ താങ്കൾക്കുണ്ടോ? ഗവർണറുടെ ഇന്നത്തെ ഈ വിയോജിപ്പിനെയും വിമർശനത്തെയും നിയമവിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ കാണും? പാർലമെന്ററി സുപ്രീമസി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ രാജ്യത്ത് അതില്ല. ഇന്ത്യ ഒരു ഭരണഘടനാ ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യമുണ്ട്. ജനാധിപത്യം ഭരണഘടനയിലൂടെ നിർവചിച്ചിരിക്കുന്ന അധികാര പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ഓരോ ഓർഗൻസും പ്രവർത്തിക്കാൻ. അപ്പോൾ പാർലമെന്റിന് ഏതൊക്കെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താം, സംസ്ഥാന നിയമസഭകൾക്ക് ഏതെല്ലാം വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താം എന്ന് ഭരണഘടനയിൽ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്, 7th ഷെഡ്യൂൾ. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിന്, ഗവൺമെന്റിന് എന്തെല്ലാം അധികാരങ്ങളുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് എന്തെല്ലാം അധികാരങ്ങളുണ്ട്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എങ്ങനെയായിരിക്കണം, ഫിനാൻഷ്യൽ റിലേഷൻസ് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഭരണഘടനയിൽ നിർവചിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിനുശേഷം ഭരണഘടനയുടെ വ്യാഖ്യാനം നൽകുന്നതിന് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഭരണഘടന സംബന്ധിച്ച തർക്കങ്ങളിൽ, വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഭരണഘടനാ കോടതികളാണ്, ഹൈക്കോടതികളും സുപ്രീം കോടതിയുമാണ്. മൗലികാവകാശങ്ങളും ബാക്കി അവകാശങ്ങളും സ്ഥാപിച്ചു കിട്ടാൻ ഹൈക്കോടതികളിൽ പോകാം. മൗലികാവകാശങ്ങൾ സുപ്രീം കോടതിയിൽ ഡയറക്റ്റ് വരാം. അതേപോലെ തന്നെ സെന്ററും സ്റ്റേറ്റും തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായാൽ സുപ്രീം കോടതിയിലാണ് ആദ്യം പോകേണ്ടത്. ഏത് വിഷയം വന്നാലും സുപ്രീം കോടതി ഭരണഘടനയുടെ വെളിച്ചത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും സുപ്രീം കോടതിയിൽ ഒരു പൊളിറ്റിക്കൽ വിഷയമാണ് എന്നുള്ള രീതിയിൽ മാറി നിൽക്കേണ്ട ഒരു അയിത്തം കൽപ്പിച്ചിട്ടില്ല. കൺവെൻഷൻ ഇതുവരെയുള്ള പല വിധികളിലൂടെ സുപ്രീം കോടതി അത് വീണ്ടും ഊന്നി പറഞ്ഞിട്ടുണ്ട്. SR ബൊമ്മ കേസിലൊക്കെ ഗവർണർ സംസ്ഥാന നിയമസഭകളെ പിരിച്ചുവിടുന്നതിനെതിരെ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്, നിയമം എന്താണെന്ന് വ്യാഖ്യാനിച്ച് അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധികളുണ്ട്. ഇതെല്ലാം സുപ്രീം കോടതിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ന് പ്രസക്തിയില്ല. സുപ്രീം കോടതിക്കാണ് ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള അധികാരമുള്ളത്. പ്രശാന്ത് പത്മനാഭൻ, അതായത് ഈ ബില്ലുകൾ മേൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനെ ഒരു ഭരണഘടനാ ഭേദഗതിയായി കണ്ടുകൊണ്ടാണ് ഗവർണർ പറയുന്നത് ഭരണഘടനാ ഭേദഗതി വരുത്താനുള്ള അവകാശം സുപ്രീം കോടതിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ പാർലമെന്റും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളും ഒക്കെ പിന്നെ എന്തിനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുകയും അതിനുശേഷം തീരുമാനങ്ങൾ വരേണ്ടതുമായ ഒരു വിഷയമായിരുന്നു ഇത്. ഒരു ഭരണഘടനാ ഭേദഗതിക്ക് തുല്യമായ
ഒരു ഇടപെടലാണോ സുപ്രീം കോടതി ഈ ഉത്തരവിലൂടെ നടത്തിയിരിക്കുന്നത്? അങ്ങനെ ഗവർണർ കാണാൻ അല്ലെങ്കിൽ അദ്ദേഹം ആ നിലയിൽ ഇതിനോട് പ്രതികരിക്കാൻ കാരണം എന്തായിരിക്കും? ഗവർണറുടെ പ്രതികരണത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് സുപ്രീം കോടതി ഭരണഘടന വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. വ്യാഖ്യാനിക്കേണ്ടത് സുപ്രീം കോടതി തന്നെയാണ്. അപ്പോഴും ഭരണഘടനയിൽ 145(3) വകുപ്പിൽ പറയുന്നത് സുപ്രീം കോടതി ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ മിനിമം 5 മെമ്പറുള്ള 5 ജഡ്ജസ് ഉള്ള ഒരു ബെഞ്ചാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഷാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് നിർബന്ധമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിവിഷൻ ബെഞ്ച് പല കാര്യങ്ങളും ചിലപ്പോൾ ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കാറുണ്ട്, അതായത് 2 അംഗ ബെഞ്ച് അല്ലെങ്കിൽ 3 അംഗ ബെഞ്ച്. അതൊക്കെ നേരത്തെ ഉള്ള വിധികൾ വീണ്ടും ഊന്നി പറയാനാണെങ്കിൽ അത് മതി, ചെറിയ അംഗബലമുള്ള ബെഞ്ച് മതി. ഷംഷേർ സിംഗ് കേസ് മുതൽ അതിൽ 7 അംഗ ബെഞ്ചാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനയുടെ വ്യാഖ്യാനത്തിലൂടെ ഗവർണറുടെ അധികാരപരിധിയൊക്കെ നിശ്ചയിച്ചിട്ടുള്ള വളരെ പഴയ ജഡ്ജ്മെന്റ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ സമയപരിധി നിർണയിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 200 ഇല്ലാത്ത ഒരു കാര്യം പറയുകയാണ്. 1 മാസത്തിനകത്ത് മന്ത്രിസഭയുടെ അനുമതിയോടുകൂടിയാണ്, മന്ത്രിസഭ പറഞ്ഞിട്ടാണ് തിരിച്ചയക്കുന്നതെങ്കിൽ 1 മാസത്തിനകത്ത്, അതല്ല മന്ത്രിസഭയോട് വിയോജിച്ചുകൊണ്ട് ഗവർണർക്ക് ഈ ബില്ല് തിരിച്ചയക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ 3 മാസത്തിനകത്ത് ചെയ്യണം എന്ന് സുപ്രീം കോടതി വ്യാഖ്യാനത്തിലൂടെ അർത്ഥം കൊടുത്തിരിക്കുകയാണ്. അതായത് പെട്ടെന്ന് ചെയ്യണമെന്ന് ഭരണഘടന പറയുന്നിടത്ത് ആ 3 മാസം എന്നുള്ളത് സുപ്രീം കോടതി പുതുതായിട്ട് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 145 സബ് ക്ലോസ് 3 പറയുന്നത് പോലെ 5 അംഗ ബെഞ്ച് ആയിരുന്നു ഇത് പറയേണ്ടിയിരുന്നത്. അത്രത്തോളം ഗവർണർ പറഞ്ഞത് ശരിയാണ്. ഇനി 5 അംഗ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമമാണ്, ആ നിയമം ബാധകമാണ്. ഇപ്പോഴും ഈ ഡിവിഷൻ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്, 2 അംഗ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. കേരള ഗവർണർ നേരത്തെ അയച്ച ബില്ലുകളുടെ കാര്യത്തില് തമിഴ്നാടിന്റെ വിധി നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് തോന്നുന്നത്. കാരണം തമിഴ്നാട്ടിലെ ഗവർണർ ചെയ്തത് 2 പ്രാവശ്യം നിയമസഭയ്ക്ക് 1 പ്രാവശ്യം അയച്ചു. നിയമസഭയിൽ നിന്ന് തിരിച്ച് ആ ബില്ല് വന്നപ്പോൾ ആ സന്ദർഭത്തിലാണ് അദ്ദേഹം പ്രസിഡന്റിന് അയച്ചത്. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ബില്ലുകൾ 7 മാസം മുതൽ 23 മാസം വരെ പിടിച്ചു വെച്ചു. അതിനുശേഷം രാഷ്ട്രപതിക്ക് ഡയറക്റ്റ് അയക്കുകയായിരുന്നു. അതിൽ രാഷ്ട്രപതി 2 ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാഷ്ട്രപതി അനുമതി നിഷേധിച്ച ഒരു സന്ദർഭത്തില് തമിഴ്നാട് കേസില് സുപ്രീം കോടതി പറഞ്ഞ ആ വിധി കൊണ്ട് മാത്രം കേരളത്തിലെ സ്ഥിതി നേരിടാൻ കഴിയുകയില്ല. അതുകൊണ്ട് സുപ്രീം കോടതി തീർച്ചയായിട്ടും വേറൊരു ബെഞ്ച് ഇത് കേൾക്കേണ്ടി വരും. ആ സ്റ്റേജില് ഒരു വാദം വരാം, സെൻട്രൽ ഗവൺമെന്റിന്റെ അറ്റോർണി ജനറലിന്റെ ഭാഗത്തു നിന്ന് ഒരു വാദം വരാം, 5 അംഗ ബെഞ്ചാണ് ഇത് കേൾക്കേണ്ടതെന്ന്. അങ്ങനെ ഒരു വാദം വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു 5 അംഗ ബെഞ്ച് രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകള് കേന്ദ്ര മന്ത്രിസഭ രണ്ടാമത് അയക്കുകയാണെങ്കിൽ രാഷ്ട്രപതി ഒപ്പിടാൻ ബാധ്യസ്ഥയാണ്. പക്ഷെ സംസ്ഥാന നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി അയക്കുന്നു, രാഷ്ട്രപതി തിരിച്ചയക്കുന്നു. സംസ്ഥാന നിയമസഭ അത് വീണ്ടും അയക്കുകയാണെങ്കിൽ രാഷ്ട്രപതി അത് ഒപ്പിടാൻ ബാധ്യതയില്ല. കാരണം ഒരു ഉദാഹരണം പറയാം, ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ആണ്. കേരളത്തിലെ എല്ലാ പാർട്ടികളും കൂടെ എഗ്രി ചെയ്ത് മുല്ലപ്പെരിയാറിലെ ഇനി തമിഴ്നാടിന് യാതൊരു അവകാശവും ഇല്ലെന്നൊരു ബില്ല് പാസ്സാക്കി എന്ന് കരുതുക. 2 പ്രാവശ്യം പാസ്സാക്കി. രാഷ്ട്രപതി അതിൽ ഒപ്പിടാൻ യാതൊരു ബാധ്യതയുമില്ല. കാരണം ഫെഡറൽ തത്വങ്ങള് ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതയുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് എല്ലാ സംസ്ഥാനങ്ങളുടെയും അവകാശങ്ങള് കാത്തുരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. കർണാടക ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കിയാണ്, കാവേരി നദീജലം ഇനി ഞങ്ങൾ ഷെയർ ചെയ്യുന്നില്ല, തമിഴ്നാടിന് കൊടുക്കുന്നില്ല എന്നൊരു നിയമം പാസ്സാക്കിയാണ്. 2 പ്രാവശ്യം പാസ്സാക്കിയാൽ അത് രാഷ്ട്രപതി ഒപ്പിടാൻ ബാധ്യതയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏരിയയിൽ അത് 2 പ്രാവശ്യം അയച്ചതുകൊണ്ട് നിയമമായി, രാഷ്ട്രപതി ഒപ്പിട്ടില്ലെങ്കിൽ നിയമമായി എന്നൊന്നും സുപ്രീം കോടതിക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതൊരു ഭരണഘടനാ ബെഞ്ച്, 5 അംഗ ബെഞ്ച് ഇരുന്ന് കേൾക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ ഒരു ഉദാഹരണം പറഞ്ഞതോടുകൂടി എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായിട്ടുണ്ട് മനസ്സിലാക്കാൻ എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സുപ്രീം കോടതി ഈ നടത്തിയിരിക്കുന്ന ഇടപെടലും സുപ്രീം കോടതിയുടെ ഉത്തരവായി വന്നിരിക്കുന്നതും എല്ലാ ഗവർണർമാർക്കും പൊതുവായി ബാധകമാകുന്ന രാജ്യത്തെ നിയമമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അനന്തമായി ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കാൻ കഴിയില്ല എന്നത് കേരളത്തിന്റെ കേസിലും ബാധകമല്ലേ? അപ്പോൾ അവിടെ മാത്രം ഇത് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടേണ്ടി വരുന്ന ഒരു സവിശേഷ സാഹചര്യമുണ്ടോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്, നമ്മുടെ ഗവർണർ നിയമസഭയിലേക്ക് തിരിച്ചയച്ചിട്ടില്ല, പകരം അദ്ദേഹം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയാണ്. പക്ഷെ അവിടെയും രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാനുള്ള സമയക്രമവും സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തമിഴ്നാടിനേതിന് സമാനമായ അല്ലെങ്കിൽ ആ വിധി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കേരളത്തിനുമില്ലേ? എല്ലാ സംസ്ഥാനങ്ങളിലും ആ സ്ഥിതിയുണ്ട്. ഒരു സമയബന്ധിതമായിട്ട് ഗവർണർ തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ രാഷ്ട്രപതിയും ഒരു സമയബന്ധിതമായിട്ട് തീരുമാനമെടുക്കണം എന്ന് പറയുന്നിടത്തോളം സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ്. പക്ഷേ നമ്മൾ ഭരണഘടനയുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു നിബന്ധന സുപ്രീം കോടതി പാലിക്കാൻ ബാധ്യതയില്ലേ?
സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ട്. സുപ്രീം കോടതി ബാക്കി എല്ലാ സ്ഥാപനങ്ങളോടും പറയുകയാണ് ഭരണഘടനയിലെ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ പുതുതായിട്ടൊരു സമയപരിധി നിർണ്ണയിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനത്തിലൂടെ പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അത് മിനിമം 5 അംഗ ബെഞ്ച് പറയണം എന്ന് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. 5 അംഗ ബെഞ്ച് ഒരുപക്ഷെ 1 മാസത്തിനകത്ത് തീരുമാനിക്കണം, 3 മാസത്തിനകത്ത് തീരുമാനിക്കണമെന്ന് ഈ 2 അംഗ ബെഞ്ച് പറഞ്ഞത് ശരിവെക്കാമായിരിക്കും. പക്ഷെ അവിടെയും അതിന് സാധുത വരണമെങ്കിൽ 145(3) അനുസരിച്ച് പുതിയൊരു കാര്യം പറയുന്നു. അപ്പോൾ 5 അംഗ ബെഞ്ച് തന്നെ വേണം. ആ വാദം ഗവർണറെ അത്രത്തോളം ശരിയാണ്. ബാക്കി കാര്യങ്ങള് തീരുമാനമെടുക്കുന്നത് ഒരു സമയപരിധിക്കുള്ളിൽ വേണം എന്ന് പറയുന്നത് ഒരിക്കലും ഭരണഘടന അമെൻമെന്റ് ആകുന്നില്ല. കാരണം ഭരണഘടനയുടെ വ്യാഖ്യാനം എല്ലാ കാര്യങ്ങളും എല്ലാ സന്ദർഭങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത് സാധ്യമല്ല. ഭരണഘടന വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് അത് വ്യക്തത വരുത്തേണ്ടത് നിർവചനത്തിലൂടെ വ്യാഖ്യാനത്തിലൂടെ ഭരണഘടനാ കോടതികളാണ്. സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് അതാണ്. ആകെ ഒരു പ്രശ്നം വന്നത് ഇതിൽ 5 അംഗ ബെഞ്ച് ആയിരുന്നില്ല, 2 അംഗ ബെഞ്ച് ഇതിന് ഈ ഒരു സമയപരിധി നിർണ്ണയിച്ചത് ആദ്യമായിട്ട് ചെയ്യുകയാണ്. നേരത്തെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഒന്നും ചെയ്യാത്തൊരു കാര്യം. അവർ തീർച്ചയായിട്ടും ഒരു 5 അംഗ ബെഞ്ചിന് 5 അയക്കേണ്ടതായിരുന്നു. ആ ഒരു കാര്യം മാത്രം ശരിയാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ, നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന സമയപരിധി സംബന്ധിച്ച അവ്യക്തതയിൽ അല്ലെങ്കിൽ അവിടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന നിശബ്ദതയ്ക്ക്, ആ മൗനത്തിന് ഒരു അർത്ഥം കൊടുക്കുകയും അതിന് വാക്കുകളല്ലാതെ എന്താണ് എന്ന് വ്യാഖ്യാനിക്കുകയുമാണല്ലോ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. അവിടെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ മറ്റൊരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ തന്നെ ആ വിധിക്കെതിരെ രംഗത്തു വരുന്നതാണ് കേരള ഗവർണറുടെ ഇന്നത്തെ പ്രതികരണത്തിലൂടെ നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുന്നത് പാർലമെന്റിൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ട സഭകളുടെയും ഒക്കെ അവകാശത്തിന് മുകളിൽ കോടതിയുടെ അവകാശം സ്ഥാപിക്കുന്ന ഒന്നായി ഈ ഇടപെടൽ വ്യാഖ്യാനിക്കപ്പെടും എന്നാണ്. അങ്ങനെ ഒരു അഭിപ്രായം ശ്രീ NK പ്രേമചന്ദ്രൻ താങ്കൾക്കുണ്ടോ? ഗവർണർ പറഞ്ഞ കാര്യങ്ങളിൽ നിയമപരമായും ഭരണഘടനാനുസൃതമായും പരിശോധിക്കപ്പെടേണ്ടുന്ന അന്തസത്ത ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു ഭരണഘടനാ ഭേദഗതിയല്ല. ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ ആ ഭേദഗതി പാസ്സാക്കാനും പ്രാവർത്തികമാക്കാനും അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്, നിയമനിർമ്മാണ സഭയ്ക്കാണ്. ഇത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു അനുച്ഛേദത്തിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ഉയർന്നു വന്ന തർക്കവിതർക്കങ്ങളിൽ സുപ്രീം കോടതി കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ സ്വാഭാവികമായും ബാധ്യസ്ഥമാണ്. അപ്പോൾ അവിടെ വളരെ സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അഭിഭാഷകൻ ശ്രീ പ്രശാന്ത് പത്മനാഭൻ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത്. വളരെ യുക്തിസഹമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഒരു പക്ഷേ കേരള ഗവർണർ വെച്ചത്. കാരണം അത് ഒരു ടെക്നിക്കൽ പോയിൻ്റാണ്, ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ, കാരണം അനന്തമായി ബില്ലുകൾ തടഞ്ഞു വെക്കുകയും വളരെ രാഷ്ട്രീയവും സങ്കുചിതവുമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനാധിഷ്ഠിതമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഗവർണറുടെ നടപടികൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്കും ഭരണഘടനയുടെ സ്പിരിറ്റിനും വിരുദ്ധമാണ് എന്ന വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 അംഗങ്ങൾ മാത്രമുള്ളതാണെങ്കിൽ പോലും ആ 200-ാം അനുച്ഛേദത്തെ സംബന്ധിച്ചും അതിലെ 3 കാര്യങ്ങൾ ഗവർണർ നിർവഹിക്കേണ്ടെന്ന് വിത്ത്ഹോൾഡ് ചെയ്യുന്നത്, രാഷ്ട്രപതിക്ക് അയക്കുന്നത്, തിരിച്ചയക്കുന്നത്, ഈ 3 കാര്യങ്ങളിലും ഒരു സമയപരിധി ഉണ്ടാകേണ്ടത് ഒരു റീസണബിളായിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി അത് സാധ്യമാക്കാൻ സഹായകരമാണെന്ന നിലയിലുള്ള വളരെ സതുദ്ദേശപരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതൊരിക്കലും ഒരു ഭരണഘടനയുടെ ഭേദഗതിയായി മാറുന്നില്ല. ഭരണഘടനാ വകുപ്പിൻ്റെ വ്യാഖ്യാനം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഭരണഘടനയുടെ അനുച്ഛേദം 145(3) അനുസരിച്ച് 5 അംഗ ബെഞ്ച് അല്ലെങ്കിൽ ഭരണഘടനാ ബെഞ്ച് വേണമെന്നുള്ള വാദം യുക്തിസഹമാണെങ്കിൽ പോലും ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഇൻ്റർപ്രിട്ടേഷൻ ഇൻ്റർപ്രിട്ടേഷനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പ്രൊസീജിയറാണ്. ഈ കാര്യത്തിലുള്ള ഒരു പ്രൊസീജിയർ കംപ്ലൈ ചെയ്യേണ്ട കാര്യത്തെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം കാരണം ഒരു ആസ് സൂൺ ആസ് പോസിബിൾ, ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കാണ് ആസ് സൂൺ ആസ് പോസിബിൾ. സാധ്യമായ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ നിലപാട് അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കണമെന്നുള്ള വ്യക്തമായ ഇൻറ്റൻ്റാണ് ഭരണഘടനയുടെ 200-ാം അനുച്ഛേദം നൽകുന്നത്. ആ ഒരു ഇൻറ്റൻഷൻ ഭരണഘടനയിൽ സുവ്യക്തമായി പറഞ്ഞിട്ടുള്ള
ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കേണ്ടുന്ന ഒരു വിഷയത്തിൽ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 20 മാസം 18 മാസം അനന്തമായി ജനങ്ങളുടെ അഭിലാഷം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിൽ ഓഫ് ദ പീപ്പിൾ ആണ് പാർലമെന്റ്, വിൽ ഓഫ് ദ പീപ്പിൾ ആണ് ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ സഭയ്ക്ക് നിയമനിർമ്മാണ കാര്യത്തിൽ പരമാധികാരമുണ്ട്. അതിൽ നേരത്തെ ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ചതിനോടും എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടന പാർലമെന്ററി സുപ്രമസി അംഗീകരിച്ചിട്ടുണ്ട്. ആ പാർലമെന്ററി സുപ്രമസി എവിടെയാണ്, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് സുപ്രമസി എവിടെയാണ്? നിയമനിർമ്മാണ കാര്യത്തിൽ പാർലമെന്റ് തന്നെയാണ് സുപ്രീം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് സുപ്രീമാണ് അവരുടേതായിട്ടുള്ള അധികാരപരിധിയിൽ. ജുഡീഷ്യറിയുടെ കാര്യത്തിൽ, നീതിന്യായ നിർവഹണത്തിന്റെ കാര്യത്തിൽ സുപ്രീം എന്ന് പറയുന്നത് കോടതികളാണ്, ജുഡീഷ്യറിയാണ്. 3 തലങ്ങളും അവരവരുടേതായിട്ടുള്ള ഫങ്ഷൻസിന്റെ കാര്യത്തിൽ സുപ്രീമാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അപ്പോൾ എല്ലാ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നിലനിർത്തുമ്പോൾ തന്നെ അവരവരുടേതായ അധികാരാവകാശങ്ങളിൽ അവർ ഏറ്റവും സുപ്രീമാണ് എന്ന് അംഗീകരിച്ചിട്ടുള്ള ഒരു ഭരണഘടന എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം ശരിയാണ്, വേണമെങ്കിൽ ഒരു 5 അംഗ ബെഞ്ച് പരിശോധിക്കണമെന്നുള്ള നിലയിലേക്ക് ഈ പ്രശ്നം വന്നുകൂടായികയില്ല. അത് നിയമവിദഗ്ധരാണ് ആ കാര്യത്തെ സംബന്ധിച്ച് കൃത്യത വരുത്തേണ്ടത്. പക്ഷേ ഒരു നിയമനിർമ്മാണ സഭയിലെ അംഗം എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു, ഇപ്പോൾ ഇതൊരു 5 അംഗ ബെഞ്ച് പരിശോധിക്കുന്ന ഘട്ടമെത്തൽ ഇപ്പോൾ കേരളത്തിൻ്റെത് മറ്റൊരു സാഹചര്യമാണ്. കേരളത്തിൻ്റെ തമിഴ്നാടുമായി ചേർത്ത് വയ്ക്കാവുന്നതോ അതിനോട് സമാനതകൾ പുലർത്തുന്നതോ ഒന്നല്ല എന്നാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു 5 അംഗ ബെഞ്ചിലേക്ക് പോകുമ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ ഗവർണർ ഉന്നയിച്ചിരിക്കുന്ന ഈ വിയോജിപ്പ് അതിന് കുറച്ചുകൂടി പ്രസക്തിയേറി വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? 5 അംഗ ബെഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ ഈ 5 അംഗ ബെഞ്ച് തന്നെ ഇപ്പോൾ 2 അംഗ ബെഞ്ച് പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അനുകൂലിക്കണമെന്നില്ല. കാരണം ഗവർണറുടെ അധികാരാവകാശങ്ങളിൽ ഇപ്പോൾ തന്നെ അതിൽ 391 പാരഗ്രാഫ് അതാണല്ലോ ഇന്നത്തെ ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയം. സത്യത്തിൽ ഈ വിഷയം അന്ന് ചർച്ച ചെയ്തപ്പോൾ ഈ 391 ഖണ്ഡിക വേണ്ട തരത്തിൽ മാധ്യമവും പൊതുസമൂഹവും ചർച്ച ചെയ്തില്ല. ആ 391 ഖണ്ഡിക അനുസരിച്ച് സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന്, രാഷ്ട്രപതിക്ക് പോലും ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള സമയപരിധി നിർണയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, രാഷ്ട്രപതി 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ പറയുന്ന സമയപരിധിക്കുള്ളിൽ ഈ കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിക്കെതിരായി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കെതിരായി മൻഡാമസ് റിട്ട് ഹർജി കൊടുക്കാം, മാൻഡേറ്ററി ഡയറക്ഷൻ കോടതി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിട്ട് ഹർജി കൊടുക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതും ഈ പറയുന്നത് പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രിട്ടേഷൻ, a substantial question of law relating to the interpretation of the provisions of the constitution. ഭരണഘടനയുടെ പ്രൊവിഷൻസ്, അനുച്ഛേദങ്ങൾ, വകുപ്പുകളുടെ ഒരു വ്യാഖ്യാനത്തെ സംബന്ധിച്ച്, ഒരു സബ്സ്റ്റാൻഷ്യൽ ലോ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വ്യാഖ്യാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്രീ പ്രശാന്ത് പത്മനാഭൻ സൂചിപ്പിച്ച, അല്ലെങ്കിൽ ഗവർണർ സൂചിപ്പിച്ചത് സാങ്കേതികമായിട്ടുള്ള ഒരു വാദമാണ്. പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം, കൃത്യമായിട്ടുള്ള നിലപാട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗവർണറുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായ സാഹചര്യത്തിൽ, രാഷ്ട്രപതിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് അവരിൽ അർപ്പിതമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ 2 അംഗ ബെഞ്ചാണെങ്കിൽ പോലും ബെഞ്ചിൻ്റെ പരിഗണനയിൽ വരുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ആ വിഷയത്വം 200-ാം വകുപ്പിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പോലും പറയാൻ കഴിയും. അതിൽ കംപ്ലൈ ചെയ്യേണ്ടുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമനിർമ്മാണ രംഗത്ത് കംപ്ലൈ ചെയ്യേണ്ടുന്ന ഒരു പ്രൊസീജിയറിനെ സംബന്ധിച്ചാണ്, നടപടിക്രമങ്ങളെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. ഭരണഘടനാ ഭേദഗതിയുടെ പരിധിയിൽ വരുന്നില്ല. വകുപ്പിൻ്റെ അതിൻ്റെ ഒരു സ്പിരിറ്റിനെ സംബന്ധിച്ച്, അതിൻ്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിനെ സംബന്ധിച്ചൊരു വ്യാഖ്യാനവും വരുന്നില്ല. കാരണം ഇതിൽ ഇങ്ങനൊരു പ്രൊസീജിയർ കൂടി കംപ്ലൈ ചെയ്താൽ മാത്രമേ 200-ാം അനുച്ഛേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധ്യമാകൂ. ഇതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. അല്ലാതെ ഒരു ആശയക്കുഴപ്പം ഒരു ആർട്ടിക്കിളിനെ സംബന്ധിച്ച്, ഒരു അനുച്ഛേദത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു വകുപ്പിനെ സംബന്ധിച്ചുണ്ടാകുന്ന ആശയക്കുഴപ്പത്തിന്മേൽ വ്യക്തത വരുത്തുകയല്ല. ഒരാശയക്കുഴപ്പവും ഈ കാര്യത്തെ സംബന്ധിച്ചില്ല. ആസ് സൂൺ ആസ് പോസിബിൾ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ്, വളരെ വ്യക്തമാണ്, ക്ലിയർ ആണ് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ്. അത് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ
ആ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ ആ പ്രൊവിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ, ഒരു സമയപരിധി ബഹുമാനപ്പെട്ട രണ്ടംഗ ബെഞ്ച് സുപ്രീം കോടതി നിശ്ചയിച്ചത് ഒരു തരത്തിലും ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു അനുച്ഛേദത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല, ഭരണഘടനാ ഭേദഗതിയുടെ പരിധിയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർലമെന്റ് ഇത് പാസ്സാക്കേണ്ട ആവശ്യമില്ല, സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിലേക്ക് അയക്കേണ്ട കാര്യവുമില്ല എന്നാണ് ഒരു പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തമായി എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. നേരത്തെ ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യം, ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നാൽ ഇപ്പൊ തമിഴ്നാടിന്റെ കാര്യത്തിൽ പറഞ്ഞതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിലും. വളരെ വിചിത്രമായ നിലപാടുകളല്ലേ കേരള ഗവർണറായാലും തമിഴ്നാട് ഗവർണറായാലും ഒക്കെ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അവരിൽ അർപ്പിതമായിട്ടുള്ള ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയല്ലേ സത്യത്തിൽ ഈ ഗവർണർമാർ ചെയ്യുന്നത്? 20 മാസക്കാലമൊക്കെ ഒരു ബില്ല് തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ അവർ വിൽ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ അഭിലാഷത്തെയാണ് പ്രതിരോധിക്കുന്നത്. ആര് കൊടുത്തു ഇവർക്ക് ഈ അധികാരം? കേന്ദ്ര ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ നോമിനിയായി നിയോഗിതനാകുന്ന ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ പോലും തികച്ചും ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ഗവർണറുടെ അപ്പോയിന്റ്മെന്റ്. ഒരു ഇലക്ഷൻ പ്രോസസ്സിലൂടെ വന്നതല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സെലക്ഷൻ പ്രോസസ്സിലൂടെ വന്നതല്ല. പ്യുവർലി ഡിസ്ക്രീഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ വിം ആൻഡ് ഫാൻസി ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് ദ എക്സിക്യൂട്ടീവ്. അങ്ങനെ രാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇംഗിതത്തിനും ഇച്ഛയ്ക്കും ഇഷ്ടാനിഷ്ടത്തിനും അനുസരിച്ച് നിയോഗിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള സംസ്ഥാന ഗവർണർക്ക് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു പോപ്പുലർ ഗവൺമെന്റ്, ഒരു ജനകീയ ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമത്തിന്മേൽ അഭിപ്രായം പറയാം, തിരിച്ചയക്കാം, നിരോധിക്കാം, അതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന നടപടികളൊക്കെ സ്വീകരിക്കാം. പക്ഷെ ഒന്നും ചെയ്യാതെ അതിന്മേൽ അടയിരുന്നു കൊണ്ട് ജനാഭിലാഷത്തെ ഇല്ലായ്മ ചെയ്യുക, ജനാഭിലാഷത്തെ അതിജീവിക്കാനുള്ള അധികാരം എങ്ങനെ ഈ നോമിനേറ്റഡ് പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ആയിട്ടുള്ള ഭരണഘടനാ പദവി വഹിക്കുന്ന ഈ ഗവർണർമാർക്ക് ലഭിച്ചു? അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് നടത്തിയത് ഭരണഘടനാ ഭേദഗതിയല്ല, വ്യാഖ്യാനമല്ല, കൃത്യമായി ജസ്റ്റിസ്, നീതി ലഭിക്കുക, പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ഗവൺമെന്റ് നിർമ്മിക്കുന്ന നിയമനിർമ്മാണത്തിന് കൃത്യമായ നിലയിൽ അതിൻ്റെ ഡെലിവറി ഓഫ് ജസ്റ്റിസ്, നീതി നിർവഹണ പ്രക്രിയയ്ക്ക് സഹായകരമാകുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വെച്ചത്. അത് തമിഴ്നാടിനായാലും കേരളത്തിനായാലും ഒരേപോലെ ബാധകമാണ്. ഇനി 5 അംഗ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് ചെന്നാൽ ഈ വിധിക്ക് എന്തുണ്ടാകുമെന്നതിനെ സംബന്ധിച്ചൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇതെല്ലാം എവരിത്തിങ് കോൺസ്റ്റിറ്റ്യൂഷനും അപ്പുറത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെന്റൽ ഫിലോസഫി ഓഫ് ദ ജഡ്ജസ്. അതാണല്ലോ ഇപ്പോൾ നമ്മൾ നീതിന്യായ രംഗത്ത്, നീതി നിർവഹണ രംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അത്ഭുതപ്പെടുത്തുന്ന, വിസ്മയപ്പെടുത്തുന്ന വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന ജഡ്ജ്മെന്റ്സ് ആണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് 5 അംഗ ബെഞ്ചിന്റെ പരിഗണനയിൽ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഇപ്പോൾ വളരെ ന്യായമായിട്ടുള്ള, ജനാധിപത്യപരമായിട്ടുള്ള, ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു വേർഡിക്റ്റ് ആണ് ബഹുമാനപ്പെട്ട. അത്തരം ഒരു 5 അംഗ ബെഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത, അതിന്റെ സാങ്കേതികമായ സാഹചര്യങ്ങളെ കുറിച്ചാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒരു പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താകും വിധി എന്ന കാര്യം അറിയില്ല. ഏതായാലും കേരള ഗവർണർ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി സംസ്ഥാന സർക്കാരുമായി ഒരു പുതിയ പോർമുഖം തുറക്കാൻ പോകുന്നുണ്ടോ എന്നതുകൂടി നമുക്ക് പരിശോധിക്കണം. ഡോക്ടർ വി.പി. മുസ്തഫയും അതോടൊപ്പം തന്നെ BJP പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് പി. കൃഷ്ണദാസും നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ വി.പി. മുസ്തഫ, ഈ തമിഴ്നാട് ഗവർണർക്ക് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിൽ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ അതിൽ ആശ്വാസവും പ്രതീക്ഷയും പൂണ്ടു നിൽക്കുകയാണ് കേരളം. കാരണം സമാനമായ സാഹചര്യങ്ങളിൽ നമ്മുടെയും വിധി, കേരളത്തിൻ്റെയും വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ ഘട്ടത്തിലാണ് ഭരണഘടനാ സ്ഥാപനമായി നിൽക്കുന്ന, ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ തന്നെ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട്, അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്, ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗവർണർമാർക്കെതിരെ അതായത് ഉള്ള പ്രധാനപ്പെട്ട പരാതി താങ്കൾക്കറിയാം. BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ കേന്ദ്ര ഏജന്റുകളായി പ്രവർത്തിക്കുന്നു, അവരുടെ ഒരു പൊളിറ്റിക്കൽ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ താല്പര്യം കേരളത്തിലെ ഗവർണർക്കുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതൊരു പുതിയ പോർമുഖം തുറക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ടോ? CPIM ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി ഈ വിഷയത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതുപോലെ കേരളത്തിൻ്റെ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ പ്രകടിപ്പിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു പോര് തുറക്കലാണ് എന്നൊന്നും ഇപ്പോൾ CPIM കാണുന്നില്ല.
അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് നമ്മുടെ വീക്ഷണവും അഭിപ്രായങ്ങളും പറയുന്നത് പോലെ ഗവർണർ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായവും വീക്ഷണവും പറഞ്ഞു എന്നുള്ളത് മാത്രമേ കാണൂ. ഒറ്റ കാര്യം ഞാൻ അതിനോടൊന്ന് ചോദിച്ചിട്ട് താങ്കൾ പറഞ്ഞോളൂ, ഞാൻ ഇടപെടുകയില്ല. ഒറ്റ കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞത് BJP നേതാവിന്റെ കണ്ണട മാറ്റിവെച്ച് ഗവർണറുടെ കണ്ണടയിലൂടെ കാര്യങ്ങളെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ അഭിപ്രായം തന്നെയാണോ CPM ഉള്ളത്? അല്ല, തീർച്ചയായിട്ടും അത് പറയേണ്ടി വരുമല്ലോ. കാരണം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ താങ്കൾ ഇവിടെ നമ്മുടെ കൂടെ സഹപാനലിസ്റ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് പ്രശാന്തും എല്ലാം പറയുന്നത് ഈ ടൈം ലിമിറ്റിനെ കുറിച്ചിട്ടാണ്. അത് ഭരണഘടനയിലില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു ടൈം ലിമിറ്റ് 2 ജഡ്ജിമാർ ചേർന്നുണ്ടാക്കി. അത് പാർലമെന്റിനെതിരാണ് എന്നൊക്കെയുള്ള നിലയിലാണ് ഗവർണർ പറഞ്ഞത്. അത് BJPയുടെ ഒരു കണ്ണട വെച്ചുകൊണ്ട് അദ്ദേഹം കാണുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ സാഹചര്യം ഉണ്ടാക്കിയതാരാ? നമ്മുടെ രാജ്യത്ത് നേരത്തെ അഡ്വക്കേറ്റ് പ്രശാന്ത് പറഞ്ഞതിനോട് എനിക്കുമുള്ള വിയോജിപ്പതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ പാർലമെന്ററി ഡെമോക്രസിക്ക് തന്നെയാണ് സൂപ്പർമസി ഉള്ളത്. നമുക്ക് ഈ 3 പില്ലറുകളൊക്കെ ഉണ്ടെങ്കിലും, ലെജിസ്ലേറ്റീവും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ എന്ന് പറയുന്നത് പാർലമെന്ററി ഡെമോക്രസിക്ക് തന്നെയാണ്. അതിന് തന്നെയാണ് സൂപ്പർമസി ഉള്ളത്. ആ സംഗതി എടുത്തിട്ട് സുപ്രീം കോടതിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതാരാ? അതല്ലേ ഇവിടുത്തെ ഈ അർലേക്കർ ഉൾപ്പെടെയുള്ള BJP-യാൽ നിയോഗിക്കപ്പെടുന്ന ഈ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് കേന്ദ്ര സർക്കാരിൻ്റെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടിയിട്ട് ഈ നടപടികൾ സ്വീകരിക്കുമ്പോഴാണല്ലോ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ, നിയമപരമായ സഹായത്തിന്, നീതി നിർവഹണത്തിനു വേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വരുന്നത്. ഇവിടെ ടൈം ലിമിറ്റ് ഇല്ല എന്ന് ആരാണ് പറയുന്നത്? ആസ് സൂൺ ആസ് പോസിബിൾ ഇങ്ങനെ ഒരു വാക്കുണ്ടോ? ഗവർണർമാരും പ്രസിഡന്റും അവരുടെ മുമ്പാകെ പാർലമെന്റും നിയമസഭകളും പാസാക്കി വിടുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ആ സമയം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്കുണ്ടോ? ആർട്ടിക്കിൾ 200, ആർട്ടിക്കിൾ 201, ആർട്ടിക്കിൾ 111 നിങ്ങളെല്ലാം ചേർത്ത് വായിക്കൂ. അങ്ങനെയല്ലേ സുപ്രീം കോടതിയിലെ ഈ 2 ജഡ്ജിമാർ വിധി പറഞ്ഞിരിക്കുന്നത്. ഇതിലെവിടെയാ ഭരണഘടന ഭേദഗതിയുടെ പ്രശ്നം വരുന്നത്? നിലവിലുള്ള 3 ആർട്ടിക്കിളുകൾ, ആ അനുച്ഛേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റ് അത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്. ഗോപീഷൻ ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന വാക്കൊക്കെ ചേർത്തത് വെറുതെ അങ്ങ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അംബേദ്കർ എഴുതി വെക്കുകയല്ല. നമുക്കറിയാവുന്ന പോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വലിയ ഡിബേറ്റബിൾ ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതിനകത്തുണ്ടായിരുന്ന പഴയ സെക്ഷൻ 75, അതാണ് ഗവർണറും ഗവർണറുടെ അധികാരങ്ങളുമെല്ലാം. അത് വെച്ചിട്ടാണ് ആർട്ടിക്കിൾ 200 നമ്മുടെ ഭരണഘടനയിൽ വരുന്നത്. അവിടെ വന്നപ്പോൾ ഡിസ്ക്രീഷൻ എന്ന് പറയുന്ന വാക്ക്, അത് ആർട്ടിക്കിൾ സെക്ഷൻ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉള്ളതാ. ഗവർണറുടെ ഡിസ്ക്രീഷൻ എന്ന് അദ്ദേഹത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഗവർണറുടെ തന്നെ അധികാരം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 200 വന്നപ്പോൾ ഡിസ്ക്രീഷൻ എന്ന് പറയുന്ന വാക്കില്ല. ഗവർണർക്ക് അങ്ങനെ ഒരു വിവേചനാധികാരമില്ല. തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ ശുപാർശകൾക്കനുസരിച്ച്, ഉപദേശങ്ങൾക്കനുസരിച്ച്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അദ്ദേഹം ഒരു ഡി ജൂർ എക്സിക്യൂട്ടീവ് അതോറിറ്റി മാത്രമാണ്. ഡിഫാക്ടോ എക്സിക്യൂട്ടീവ് അതോറിറ്റി പാർലമെന്ററി ഡെമോക്രസിയിൽ മുഖ്യമന്ത്രി തന്നെയാണ്. അത് പാർലമെന്റിൽ പ്രധാനമന്ത്രി തന്നെയാണ്. അവിടെ ഇല്ലാത്ത ഒരു ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചിട്ട് ഈ കാലത്ത്, മോദി കാലത്ത് ഗവർണർമാർ പ്രവർത്തിക്കുന്നതല്ലേ സുപ്രീം കോടതിയുടെ ഇടപെടലിന് വഴിവെച്ചത്. എന്നിട്ട് ഈ ആർട്ടിക്കിൾ 111 വളരെ കൃത്യമായിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ ആ വാക്ക് ചേർക്കാൻ വേണ്ടി എന്തു വലിയ ഡിബേറ്റ് നടന്നു. യഥാർത്ഥത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യത്തെ കരടിൽ ഉണ്ടായിരുന്നത് നോട്ട് മോർ ദാൻ 6 വീക്സ് എന്നാണ്. ഓരോ നിയമസഭ പാസാക്കി വിട്ടാൽ, പാർലമെന്റ് പാസാക്കി വിട്ടാൽ 6 ആഴ്ച അധികരിക്കാതെ പ്രസിഡന്റോ അല്ലെങ്കിൽ ഗവർണറോ അത് തീരുമാനമെടുത്തിരിക്കണം. അംബേദ്കർ മുന്നോട്ട് വെച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഈ നിർദ്ദേശം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഡിബേറ്റിന് വന്നപ്പോൾ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നു. ആസ് സൂൺ ആസ് മേ എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വന്നു. അതെല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് ആസ് സൂൺ ആസ് പോസിബിൾ അംബേദ്കറും ആ ഭേദഗതിയെ അംഗീകരിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ഈ ടൈം ലിമിറ്റിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇമ്മീഡിയറ്റ്ലി 23 മാസം എന്ന് പറഞ്ഞാൽ ഒരു നിയമസഭ പാസാക്കിയ ഒരു ബില്ല് ഒരു ഗവർണറുടെ മുമ്പാകെ 23 മാസം ഇരിക്കുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ ആണോ? ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ മാർഗനിർദ്ദേശത്തിന് അനുസരിച്ചാണോ?
അതുകൊണ്ട് യഥാർത്ഥത്തിൽ ടൈം ലിമിറ്റ് ഉണ്ട്. ഈ ടൈം ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ ഗവർണർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ള തെറ്റായ വ്യാഖ്യാനമാണ്. കൃത്യമായി ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് 6 വീക്സിനോ അല്ലെങ്കിൽ 6 മന്ത്സിനോ കാലയളവ് അങ്ങനെ പറയാതെ കൃത്യമായിട്ട് ഒരു സാമാന്യ ബുദ്ധിയിൽ, ഒരു കോമൺ സെൻസിൽ ആർക്കും മനസ്സിലാവുന്ന വിധത്തിൽ, ഇമ്മീഡിയറ്റ്ലി എന്ന അർത്ഥം വരുന്ന വിധത്തിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പ്രയോഗിച്ചിട്ടുള്ളതാണ്. അത് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അപ്പുറത്ത് RN രവിയും എന്നൊക്കെ പറയുന്ന RSSനാൽ നിയോഗിക്കപ്പെടുന്ന ഈ ഗവർണർമാർ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ലംഘിച്ചപ്പോഴല്ലേ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നിരിക്കുന്നത്? അല്ല ഡോക്ടർ VPP, അതായത് ഈ ചാൻസലർ പദവി നഷ്ടപ്പെടുന്നതടക്കമുള്ള അവകാശങ്ങൾ കവർന്നു എടുക്കുന്നു എന്നതിലുള്ള അതിനോടുള്ള ഒരു പ്രതികരണം കൂടിയായിട്ടാണോ ഗവർണറുടെ ഈ സമീപനത്തെ കാണുന്നത്? കാരണം അർലേക്കർ വന്ന ശേഷം നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല, സൗഹൃദത്തിൽ കുറെ കൂടി സമന്വയത്തിന്റെ വഴിയിലൊക്കെയാണ് ഗവർണറും സർക്കാരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഈ സുപ്രീം കോടതി വിധിയിലൂടെ മാറാൻ പോകുന്നു. അതിൻ്റെ ഒരു സൂചനയാണോ ഗവർണറുടെ ഈ വിയോജിപ്പ്, ഈ പരസ്യമായ വിയോജനക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത്? അല്ലല്ലോ, നിങ്ങൾ അങ്ങനെ എല്ലാ ഗവർണർമാരോടും ഗുസ്തി പിടിക്കുന്നൊന്നും അല്ലല്ലോ കേരളത്തിന്റെ രീതി. ഇപ്പൊ മോഡി ഗവൺമെന്റ് 2014 അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലേക്ക് നിയോഗിച്ച ആദ്യത്തെ ഗവർണർ ആരാ? റിട്ടയർഡ് ജസ്റ്റിസ് സദാശിവം. അദ്ദേഹവുമായിട്ട് കേരളത്തിലെ സർക്കാരുകൾ, UDF ഗവൺമെന്റിന്റെ കാലത്തെ സർക്കാരും 2 വർഷം ഉണ്ടായി. 2016 മുതൽ കുറച്ചു കാലം ജസ്റ്റിസ് സദാശിവം എന്ന് പറഞ്ഞാൽ BJP സർക്കാർ തന്നെ നിയോഗിച്ചൊരു ഗവർണർ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നോ? തർക്കങ്ങൾ ഉണ്ടായിരുന്നോ? എത്ര സഹകരണാത്മകമായിട്ടാണ് അദ്ദേഹം പോയത്? കാരണം അദ്ദേഹത്തിന് നിയമം അറിയാതെ, അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ വഴി കൂടി സ്വീകരിച്ചത് കൊണ്ടായിരിക്കാം കേന്ദ്ര സർക്കാർ, BJP സർക്കാർ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം ഗവർണറായത്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം. കാരണം എന്താ? ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു സെറ്റപ്പിൽ ഗവർണർക്ക് ഉള്ള റൂം എന്താ? അദ്ദേഹത്തിനുള്ള അധികാരം എന്താ? അവിടെ ഡിസ്ക്രിഷണറി പവേഴ്സേ ഇല്ല. അംബേദ്കർ തന്നെ പറയുന്ന വാചകം അങ്ങനെയാണ്. There can be no room for the governor to act on his discretion എന്നാണ്. അങ്ങനെയൊന്നില്ല. അത് മനസ്സിലാക്കിയ നിയമവിദഗ്ധനായതുകൊണ്ട് മോഡി തന്നെ നിയോഗിച്ചിരുന്ന ജസ്റ്റിസ് സദാശിവം അന്തസ്സോടെ പെരുമാറി. എന്നാൽ പല പല പാർട്ടികൾ മാറി വന്ന രാഷ്ട്രീയത്തിലൊരു ഭിക്ഷാന്തേഹിയായ ആരിഫ് മുഹമ്മദ് ഖാൻ വേറെ പല മോഹങ്ങളും വെച്ചുകൊണ്ടായിരിക്കാം കേരള ഗവർണർ പദവിയിൽ ഇരിക്കുമ്പോൾ അങ്ങനെയെല്ലാം ഉള്ള വലിയ സംഗീത പെരുമാറ്റം. ഏതെല്ലാം തരത്തിൽ 2 മന്ത്രിമാരെ ഇപ്പൊ പിരിച്ചുവിടും, അങ്ങനെ വരെ അദ്ദേഹം പറഞ്ഞിരുന്നില്ലേ? ഈ സർക്കാരിനെ ഇപ്പം ഞാൻ പിരിച്ചുവിടും എന്ന് വരെ ചില സമയത്ത് ഔദ്ധ്യത്തോടു കൂടി പെരുമാറിയിരുന്നില്ലേ? ആ ആരിഫ് മുഹമ്മദ് ഖാന്റെ രീതിയല്ല ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ കാണുന്നത് വരെ ശ്രീ ആർലേക്കർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും ആ ഗവർണറുടെ മനോഭാവം അനുസരിച്ചിട്ടാണ് അവർ മനസ്സിലാക്കി അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ പൊസിഷൻ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുമ്പോൾ വേറെ തർക്കങ്ങളുടെ പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങളത് വേറെ പോകുന്നില്ല. എന്നാൽ ഇത്തരം ഗവർണർമാരെ ഉപയോഗിച്ച് രാഷ്ട്രീയ കളികളിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഉൾപ്പെടെ വന്നപ്പോഴാണല്ലോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് തന്നെ അവിടെ ഗവർണർക്കുണ്ടായിരുന്ന ചാൻസലർ പദവി എടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടി വന്നത്. കേരളത്തിൽ മാത്രമല്ലല്ലോ ചാൻസലറും ഗവൺമെന്റും തമ്മിലുള്ള പോരുണ്ടായത്. അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ടല്ലോ. ബംഗാളിൽ നമ്മൾ കണ്ടില്ലേ, അവിടെയും ഗവർണർക്കുണ്ടായിരുന്ന, അവിടെ ഇപ്പോൾ ഒരു മലയാളി ഗവർണറാണ് ഉള്ളത്, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഈ ചാൻസലർ അധികാരം അവിടുത്തെ ഗവൺമെന്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയില്ലേ? പല സംസ്ഥാനങ്ങളിലും വന്നില്ലേ? BJP അല്ലാത്ത പാർട്ടികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും നേരത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഫെഡറൽ തത്വം അനുസരിച്ച് അതത് സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ നിയമനിർമ്മാണത്തിലൂടെ ഗവർണറെ ചാൻസലറാക്കി വെച്ചിരുന്നത്. ഇപ്പോ BJP ഭരണത്തിൽ സങ്കുചിതമായ രാഷ്ട്രീയ കളിയിലേക്ക് പോയപ്പോൾ ആ സംസ്ഥാനങ്ങളിലെല്ലാം നിയമം മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അല്ലാതെ കേരളത്തിൽ മാത്രം എന്തോ ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടായതല്ല. കാരണം ഈ ഗവർണർമാരെല്ലാം പ്രവർത്തിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന മോഡിയുടെ ഭരണത്തിന് കീഴിലാണ്. അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത് കൊണ്ടുവരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഈ പുതിയ സുപ്രീം കോടതി വിധിയിൽ യാതൊരു പ്രശ്നവുമില്ലാത്തതാണ്. ആർട്ടിക്കിൾ 200ഉം 201ഉം 111ഉം എല്ലാം ഒരുമിച്ചെടുത്ത് വായിച്ചുകൊണ്ട് ന്യായമായ വ്യാഖ്യാനമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2-അംഗ ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, തമിഴ്നാട് ഗവർണറുടെ വിഷയം കോടതിയിൽ വന്നപ്പോൾ അറ്റോർണി ജനറൽ പല വിധത്തിൽ കേന്ദ്ര സർക്കാർ ഗവർണർക്ക് അനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചത് നമ്മൾ കണ്ടു.
ഗവർണർമാർ, പ്രത്യേകിച്ച് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, അത് കേരളത്തിലായാലും പശ്ചിമ ബംഗാളിലായാലും പഞ്ചാബിലായാലും ഒക്കെ, ഇവിടെയൊക്കെ ഗവർണർമാർ അവർക്ക് തോന്നിയതുപോലെ അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് സംസ്ഥാന സർക്കാരിനോടും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നതായിരുന്നല്ലോ വിമർശനം. അങ്ങനെ അനന്തകാലം ബില്ല് പാസ്സാക്കാതെ പിടിച്ചുവെക്കുന്ന തമിഴ്നാടിൻ്റെ കാര്യത്തിൽ കോടതി ഇടപെട്ട് 10 ബില്ലുകളും പാസ്സാക്കിയിരിക്കുന്നു. കേരളത്തിലും സമാനമായ സാഹചര്യമുണ്ട്. 23 മാസമായി ബില്ലുകൾ ഗവർണറുടെ പരിഗണന കാത്തുകിടക്കുകയാണ്. അത് രാഷ്ട്രപതിയുടെ കൈകളിലേക്ക് പോയിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് അത് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന, അതിൻ്റെ അന്തസത്തയെ ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്ന് വിലയിരുത്തപ്പെട്ടത്. അതിനോട് എങ്ങനെയാണ് സംസ്ഥാന ഗവർണർക്ക് വിയോജിക്കാൻ കഴിയുക? അങ്ങനെ വിയോജിക്കുമ്പോൾ ഈ ആരോപണങ്ങൾ ഉയർന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിക്ഷിപ്ത താല്പര്യമല്ലേ അതിലൂടെ പുറത്തു വരുന്നത്? ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ, നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിൻ്റെ വിധി വരുന്ന സമയത്ത് ഭരണഘടനാപരമായി അതിൽ കൂടുതൽ വിശകലനങ്ങൾ ആവശ്യമുണ്ടോ, അതല്ലെങ്കിൽ ഭരണഘടനയുടെ പ്രൊവിഷൻ അനുസരിച്ച് അത് കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതാണോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. പ്രധാനമായും ഇതിൽ 2 വിഷയങ്ങളാണുള്ളത്. എനിക്ക് മുൻപ് ബഹുമാനപ്പെട്ട ശ്രീ പ്രേമചന്ദ്രനാണെങ്കിലും ശ്രീ മുസ്തഫയാണെങ്കിലും അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ചിന്താഗതിക്കനുസരിച്ചും അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുമാണ് അവർ ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആകുന്നതിൽ തെറ്റില്ല. അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അവരുടെ നിലപാടുകൾക്കനുസരിച്ച് അവരുടെ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുന്നതിലും യാതൊരു തെറ്റും കാണേണ്ടതില്ല. അങ്ങനോട് ചോദിച്ച ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തേക്ക് കിടക്കാം. ബഹുമാനപ്പെട്ട ഗവർണർക്കും അതുപോലെ തന്നെ, ഒരു ഗവർണർക്കല്ല, ഏത് ഗവർണർക്കും ഏതൊരു പൗരനും നമ്മുടെ രാജ്യത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഭരണഘടനാ സാധുതയെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളെയും ചർച്ച ചെയ്യുന്നതിനോ വിമർശിക്കുന്നതിനോ അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനോ അതല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ പരിശോധനയും വിശകലനവും പരിശോധനാപരമായിട്ടുള്ള നടപടികളും ആവശ്യമാണ് എന്ന് തോന്നുന്നത് തുറന്നു പറയുന്നതിൽ യാതൊരു തെറ്റും കാണേണ്ടതില്ല. അതേസമയം അതിന് രാഷ്ട്രീയത്തോടു കൂടി കാണണമോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വലിയ തിരിച്ചടി ഉണ്ടായി, അല്ലെങ്കിൽ ഗവർണർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി, ഇത് രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വിധിയാണ്, അങ്ങനെ വ്യാഖ്യാനിക്കാം. ആരും തെറ്റ് കാണുന്നില്ലല്ലോ. പക്ഷെ അതേസമയം അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ച് വേണ്ടി പോകാനായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആർട്ടിക്കിൾ 200 പ്രകാരമുള്ള നടപടികളെ സംബന്ധിച്ച് വിവക്ഷ കൊണ്ടുവരുമ്പോൾ അതിലൊരു സമയക്ലിപ്തം കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു സമയക്ലിപ്തം നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാണോ? ഇനി ഭാഗമല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ സുപ്രീം കോടതി നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിന് സ്വാഭാവികമായും സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണഘടനാ പ്രൊവിഷൻസും അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നേരത്തെ അഡ്വക്കേറ്റ് പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചത്. അത് കുറച്ചുകൂടി വസ്തുതകളോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭരണഘടനയുടെ സുപ്രീം കോടതി മാത്രമല്ല ഏത് കോടതികളാണെങ്കിലും, അത് ഹൈക്കോടതിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് കോടതികളുടെ കാര്യത്തിലാണെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള വശം പരിശോധിക്കുകയോ അതിൽ ഭരണഘടനാപരമായിട്ടുള്ള വിഷയം പരിശോധിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു വിവക്ഷ ഏർപ്പെടുത്താൻ സുപ്രീം കോടതി സംബന്ധിച്ചാണെങ്കിലും മറ്റ് നടപടികളുടെ കാര്യത്തിലാണെങ്കിലും ഭരണഘടന തന്നെ വിവക്ഷിക്കുന്നുണ്ടല്ലോ. ആർട്ടിക്കിൾ 145 എന്ന് പറയുന്നതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിൽ അക്കമിട്ട് ഒന്നൊന്നായി പറഞ്ഞു പോവുകയാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അത് നേരത്തെ ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ചു, ഞാനതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കാത്തത്. അതിൽ കൂടുതൽ പരിശോധനകൾ വേണമോ എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള നിയമ നടപടികളുടെയോ അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ പെറ്റീഷൻസിൻ്റെയോ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ള കേസുകൾ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണുള്ളത് ഗോപികൃഷ്ണൻ. ഒന്ന്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധിയുടെ അടിസ്ഥാനത്തിൽ അത് വിധി പ്രഖ്യാപിച്ച് അത് നടപ്പിലാകുന്ന സമയം മുതൽ അത് പ്രാബല്യത്തിലാണല്ലോ. അങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് സർക്കാർ ആ ബില്ലുകൾ പാസ്സായതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് ഒരു ബില്ല് പാസ്സാക്കുകയോ അതല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവരികയോ ചെയ്യുമ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം പ്രസിഡന്റ് ഒപ്പിടണം, നിയമസഭ പാസ്സാക്കുന്ന നിയമം ഗവർണർ ഒപ്പിടണം. അങ്ങനെ അല്ലാതെ വരുന്ന ഒരു നിയമത്തെ സംബന്ധിച്ച് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതല്ലെങ്കിൽ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന സാങ്കത്യത്തെ സംബന്ധിച്ച് ഇനി കൂടുതൽ ചർച്ചകളും കൂടുതൽ നിയമയുദ്ധങ്ങളിലേക്കും കടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങൾ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നടപ്പാക്കിയിട്ടുള്ള നിയമങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഇനി സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന
നിയമങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അതല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അതെല്ലാം ഒരു സംസ്ഥാന നിയമസഭ കൊണ്ടുവരുമ്പോഴോ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ സ്വാഭാവികമായും ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യതയുള്ള ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഗവർണർ. അത് രാഷ്ട്രപതിയെ സംബന്ധിച്ചാണെങ്കിൽ രാഷ്ട്രപതി, 2 സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഇത് പരിശോധിക്കും. ഒരു സംസ്ഥാനത്തെ സംബന്ധിക്കുന്നത് കേന്ദ്ര നിയമത്തിനെതിരാണെങ്കിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഇത് പരിശോധിക്കും. അതിൽ സമയക്ലിപ്തം ഏർപ്പെടുത്തുന്നതോട് കൂടിയുള്ള ഒരു സാങ്കേതിക പ്രശ്നം നമുക്ക് ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊണ്ടുവന്ന ഉത്തരവ് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാത്തിനും മുകളിൽ നിൽക്കുന്നത് വിൽ ഓഫ് ദ പീപ്പിൾ, ജനാഭിലാഷത്തിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസാക്കിയ ബില്ലുകളിന്മേൽ 23 മാസമായും തീരുമാനമെടുക്കാതെ അതിന്മേൽ അടയിരിക്കുന്ന പ്രവണതയെ താങ്കൾ എന്ത് വിളിക്കും? അതെന്തുകൊണ്ടാണ് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് മാത്രമുള്ള പെരുമാറ്റമായി മാറുന്നത്? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിന്റെ വെളിച്ചത്തിൽ വേണ്ടേ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ നമ്മൾ കാണാൻ? ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ, ഞാൻ അതുകൊണ്ടാണ് ശ്രീ പ്രേമചന്ദ്രൻ്റെ നിലപാടിനെ കുറച്ച് രാഷ്ട്രീയം കൂടി കലർത്തിക്കൊണ്ട് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം 100% ശരിയാണ്. പക്ഷേ വിൽ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചകളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തിയാക്കപ്പെടുന്ന നടപടിക്രമങ്ങളിലുമാണ്. കോടതിയെ സംബന്ധിച്ച് വിൽ ഓഫ് ദ പീപ്പിൾ അല്ല, വിൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. രാജ്യത്ത് നടപ്പാക്കുന്ന നിയമത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കോടതികൾ ഉത്തരവ് പ്രഖ്യാപിക്കുന്നത്, അല്ലാതെ വിൽ ഓഫ് ദ പീപ്പിൾ അല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അതെന്താണോ പറയുന്നത് അതാണ് നടപ്പാക്കാനുള്ള ബാധ്യതയും വ്യാഖ്യാനിക്കാനുള്ള ബാധ്യതയും. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നെ തിരുത്താം, ഞാൻ ഇതിനകത്ത് ഞാൻ നോട്ട് ചെയ്തൊരു ഭാഗം പറയുകയാണ്. അഡ്വക്കേറ്റ് ആർട്ടിക്കിൾ 142 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻസ് ദ സുപ്രീം കോർട്ട് the power to pass any order necessary to secure complete justice. This power allows the court to address issues where there may be no existing law or where existing laws are inadequate. If Parliament hasn't enacted a specific law on a particular issue, the Supreme Court can still address the issue through its interpretation of the Constitution and potentially through the use of Article 142. This doesn't mean the Supreme Court is making a law, but rather that its interpretation becomes the law of the land on that particular point. Advocate Prashant Padmanabhan, is this applicable here? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ഗോപി. ശരി അഡ്വക്കേറ്റ് പ്രശാന്ത് ഒരു മിനിറ്റ്. ശരി ശ്രീകൃഷ്ണദാസ് പറഞ്ഞോളൂ. ഞാൻ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ. അങ്ങ് ഇപ്പോൾ വായിച്ചതുപോലെ തന്നെ 142 പ്രകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏത് നിയമത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു നിലവിലില്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ചും പറയുന്ന സമയത്ത് അതാണ് നേരത്തെ ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ച ആർട്ടിക്കിൾ 144മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ള ഗോപികൃഷ്ണൻ, നേരത്തെ ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ച 145(3) എന്ന് പറയുന്ന പ്രൊവിഷൻ ഉണ്ടല്ലോ, അതാണ് 5-അംഗ ബെഞ്ച് പരിശോധിക്കണം എന്നുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടി അനുഭവത്തോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ 145(3) എപ്പോഴാണ് വന്നത് ശ്രീ ഗോപികൃഷ്ണൻ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അമെൻമെൻറ്റിൽ? അങ്ങ് നേരത്തെ സൂചിപ്പിച്ച 142-ൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് സിംഗിൾ ബെഞ്ചാണെങ്കിലും ഇനി അതല്ല ഒരു ജഡ്ജിയാണെങ്കിലും ഒന്നിൽ കൂടുതൽ ജഡ്ജിമാരാണെങ്കിലും ഈ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത് 5-അംഗ ജഡ്ജിമാർ പരിശോധിക്കണം എന്നുള്ള അമെൻമെൻറ്റ് എപ്പോഴാണ് വന്നത്? അത് പരിശോധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. അത് കൊണ്ടുവന്നത് 1977 4277 മുതലാണ്. അതേത് കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നത്? അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ 42 അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 42 അമെൻമെൻറ്റ് കൊണ്ടുവരും. അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന 42 അമെൻമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ഭരണഘടനയെ പൊളിച്ചെഴുതുന്ന സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ഗവൺമെൻറ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് എതിരായി ഏതെങ്കിലും ഒരു ജഡ്ജി ഏതെങ്കിലും ഒരു നടപടിയോ ഏതെങ്കിലും ഒരു സംവിധാനമോ വ്യാഖ്യാനിക്കുമെന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ എത്ര ജഡ്ജിമാർ വേണമെന്നുള്ള സർക്കാരിൻ്റെ സ്വേച്ഛാധിപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് ഈ 5-അംഗ ജഡ്ജിമാർ എന്നുള്ളത് കൊണ്ടുവന്നത്. അത് BJP കൊണ്ടുവന്നതല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഒരു ജഡ്ജിയാണെങ്കിലും 2 ജഡ്ജിയാണെങ്കിലും BJPയെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് ഈ രാജ്യത്തെ ഏത് കോടതിയാണെങ്കിലും പ്രഖ്യാപിക്കുന്ന നിയമത്തെ നിയമമായി അംഗീകരിക്കുക, നടപടിയെ അംഗീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ നിയമമാറ്റം എവിടെ വന്നു? ഈ 5-അംഗ ജഡ്ജി എന്നുള്ളത് അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഭരണഘടനയെ കൊല വിളിച്ച ഭരണഘടനയുടെ പ്രൊവിഷൻസിനെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരടക്കമുള്ള കോടതികളടക്കമുള്ള ഭരണഘടനാ കോടതികൾക്ക് കൂച്ചുബലം കിട്ട കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് ഈ തരത്തിലുള്ള പ്രൊവിഷനുകൾ. വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. അതായത് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞു, ഗവർണർമാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കുന്നതിന് സമയക്രമം നിശ്ചയിക്കുന്നതിന് അതിനൊരു സമയപരിധി നിശ്ചയിക്കുന്നത് അത് ഏറ്റവും ജനാധിപത്യപരമായ ഒരു ഇടപെടലല്ലേ? അതിനെന്തിനാണ്
സംസ്ഥാന ഗവർണർ അസ്വസ്ഥനാകുന്നത്? അതല്ലേ ലളിതമായ ചോദ്യം. കാരണം ബിൽ ഓഫ് ദ പീപ്പിൾ എന്നത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുമ്പോൾ എന്തിനാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ അസ്വസ്ഥനാകുന്നത്? ഞാനൊരു ഒറ്റ വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കാം ഗോപികൃഷ്ണൻ. അതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ സർക്കാരിയ കമ്മീഷൻ്റെ കാര്യത്തിലാണെങ്കിലും പൂഞ്ചി കമ്മീഷൻ പരിശോധിച്ച സമയത്താണെങ്കിലും അതിനു മുൻപ് സർക്കാരുകൾ നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റികൾ പരിശോധിച്ച സമയത്താണെങ്കിലും ഒക്കെ അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. ആ പരിശോധിച്ച സമയത്തൊക്കെ ഇതിൽ സമയക്ലിപ്തം വേണ്ടതാണ്, ഇതിൽ നടപടികൾ വേണ്ടതാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതൊരു നിയമമായോ അതൊരു നടപടിയായോ നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ല. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതിൽ സമയക്ലിപ്തം കൊണ്ടുവരുമ്പോൾ ശ്രീ ഗോപികൃഷ്ണൻ അത് അങ്ങനെയല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി നിയമമായി രണ്ടാമതും നിയമസഭ പാസ്സാക്കിയാൽ നടപ്പാകും എന്നുള്ള സാഹചര്യമുണ്ടായാൽ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കടന്നു കയറാൻ കഴിയുന്ന അവരുടെ അവകാശത്തിലേക്ക് മറ്റൊരു സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകളുടെ അവകാശത്തിലേക്കും അവരുടെ ആർട്ടിക്കിൾ 19 41 എല്ലാം വിഭാവനം ചെയ്യുന്ന അവരുടെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ കഴിയുന്ന ഒരു നടപടിയും ഒരു ബില്ലും കൊണ്ടുവരാൻ കഴിയും. എന്തിന്? ആ സംസ്ഥാനത്ത് തന്നെ ജനങ്ങളെ ബാധിക്കുന്നത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ലോകായുക്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമമുണ്ടല്ലോ, എന്താ തർക്കമുണ്ടായത്? യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കമുണ്ടായല്ലോ, എന്താ തർക്കമുണ്ടായത്? കേന്ദ്ര നിയമത്തിനെതിരായി, കേന്ദ്ര UGC നിയമത്തിനെതിരായി, അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ നിലപാടുകളെ തിരുത്തുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അങ്ങനെയുള്ള ബില്ലുകൾ രാഷ്ട്രീയപരമായ വിവേചനത്തോടു കൂടി കൊണ്ടുവന്ന് രാഷ്ട്രീയപരമായ ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന് ആ ലക്ഷ്യമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ബിൽ ഓഫ് ദ പീപ്പിൾ അല്ല, പൊളിറ്റിക്കൽ ബില്ല് കൊണ്ടുവന്ന് ബില്ലുകൾ പാസ്സാക്കാനുള്ള ശ്രമം നടത്തിയാൽ അതെവിടെ തടയപ്പെടും? സമയവും അത് ചർച്ച ചെയ്യാനുള്ള ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു ചാൻസലർ പദവി മാറ്റിയ ബില്ല് പാസ്സാക്കിയതോ? ഗോപേഷൻ, ചാൻസലർ പദവി അല്ലല്ലോ ഇവിടെ ചർച്ച. ചാൻസലർ പദവി അല്ല ഇവിടെ ചർച്ച. ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ, ചാൻസലർ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നത് വിചാരിക്കരുത്. അതല്ല ഞാൻ ചോദിക്കുന്നത് ചാൻസലർ ഗോപേഷൻ ഒരൊറ്റ കാര്യം അവിടെ പറയാം. ഞാൻ പറയുന്നത് അത് അല്ല ഒറ്റ കാര്യം ഞാൻ പൂർത്തിയാക്കാം. അതായത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചും ആ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ശ്രീ മുസ്തഫ, ഞാൻ അങ്ങയുടെ ഇടയിൽ കയറിയില്ലല്ലോ. ഒറ്റ പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ആ സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതായത് ലേമൻ എന്ന് പറയുന്ന നമ്മുടെ മുഴുവൻ ആളുകളുമുണ്ടല്ലോ, ആ ആളുകളുടെ അവകാശങ്ങളെയും അവരുടെ ബില്ലിനെയും ബാധിക്കുന്ന തരത്തിലുള്ള സംസ്ഥാന നിയമസഭ നിയമം കൊണ്ടുവന്നാൽ, ഒരു നടപടി കൊണ്ടുവന്നാൽ, ലോകായുക്ത നിയമത്തെ സംബന്ധിച്ച് ശ്രീ പരമേന്ദ്രന്റെ അഭിപ്രായം എന്താണ്? ഈ സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക്, നിയമങ്ങൾക്ക്, കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമായൊരു നിയമം സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നാൽ ശ്രീ പരമേന്ദ്രന്റെ നിലപാട് എന്താണ്? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായും ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു നിയമസഭ നിയമം പാസ്സാക്കേണ്ടത്, പാർലമെന്റുമല്ല. ചോദ്യം ചെയ്യണമല്ലോ, കോടതിയിൽ ചോദ്യം ചെയ്യാമല്ലോ. അങ്ങനെ ഭരണഘടനയുടെ ചോദ്യം ചെയ്യാമല്ലോ. അതിനുള്ള ഓപ്ഷൻ നമ്മുടെ സംവിധാനത്തിലുണ്ടല്ലോ. ഉണ്ടല്ലോ ഗോപികൃഷ്ണൻ. അല്ല, അതിന് ഗവർണർ ബില്ല് പിടിച്ചു വെക്കുകയാണോ ചെയ്യുക? അതിന് ഗവർണർ ബില്ലിൽ തീരുമാനമെടുക്കാതെ പിടിച്ചു വെക്കുകയാണോ ചെയ്യേണ്ടത്? അങ്ങനെയല്ല ഞാൻ സൂചിപ്പിച്ചതിന് അങ്ങനെ ഒരു വിവക്ഷയില്ല. അതാണ് കാരണം. അതായത് നിയമസഭയോ പാർലമെന്റോ പാസ്സാക്കുന്ന ഒരു നിയമത്തെയും ഗവർണർക്കോ പ്രസിഡന്റിനോ അവകാശമില്ല. ഞാൻ അങ്ങയുടെ ചർച്ചയിൽ ഇടപെടും. അതിന്റെ പേര് തർക്കം വേണ്ട. അതിന്റെ പേര് തർക്കം വേണ്ട. ശ്രീകൃഷ്ണദാസ്, താങ്കളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞോ? താങ്കളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞോ ശ്രീകൃഷ്ണദാസ്? അല്ല കൃഷ്ണദാസ്, ഞാൻ നിങ്ങളുടെ സമയത്ത് ഇടപെട്ടിട്ടില്ല. ഗോപികൃഷ്ണൻ എന്നെ വിളിച്ചതുകൊണ്ടാണ്. ശരി ശ്രീകൃഷ്ണദാസ് പറഞ്ഞു കഴിഞ്ഞോ? ഞാനതാ സൂചിപ്പിച്ചത്. ഗവർണർമാർ സ്ഥിരമായി ബില്ലുകൾ പിടിച്ചു വെക്കുക എന്നുള്ള നിലപാടുള്ള പാർട്ടിയല്ല BJP. അതിലല്ല പ്രധാനപ്പെട്ട വിഷയമുള്ളത്. അതിൽ സംസ്ഥാനങ്ങളുടെയോ കേന്ദ്ര നിയമത്തിൻ്റെയോ എതിരായി, അതല്ലെങ്കിൽ ഭരണഘടനക്കെതിരായി ഒരു വിവക്ഷയുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാനുള്ള സമയമോ അത് പരിഹരിക്കാനുള്ള സമയമോ ഉണ്ടാകണം. ആ സമയത്തെ സംബന്ധിച്ച് ഭരണഘടനയിൽ വിവക്ഷയില്ല, സമയപരിധിയില്ല. അത് സുപ്രീം കോടതി കൊണ്ടുവന്നാൽ അംഗീകരിക്കുകയല്ലാതെ വേറെന്താ? അതാണ് ആ സമയമാണ്. അങ്ങനെ ഒരു സമയം വേണമെന്നും അങ്ങനെ അനന്തമായി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകരുത് എന്നും അത് ജനാഭിലാഷത്തിനെതിരാണെന്നും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത്രേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ.
അതിനെയാണ് ഗവർണർ ഇന്ന് ചോദ്യം ചെയ്തിരിക്കുന്നത്. അതിലാണ് അദ്ദേഹത്തിന് വിയോജിപ്പ് പറഞ്ഞിരിക്കുന്നത്. 2 ജഡ്ജിമാർ ഇരുന്ന് തീരുമാനിച്ചാൽ മതിയോ എന്ന് സംസ്ഥാന ഗവർണർ ചോദിച്ചു. ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അല്ലല്ല, അതെ ഞാൻ പറഞ്ഞത് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ. ശരി ശരി. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സമയം കുറവാണ്, താങ്കളുടെ സമയം മറുപടി. ഇവിടെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഞാൻ യോജിക്കുകയാണ്. പക്ഷെ എനിക്ക് അതിനൊരു ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട മെമ്പേഴ്സും പറഞ്ഞത് വിൽ ഓഫ് ദ പീപ്പിൾ, അതായത് ജനങ്ങളുടെ അഭിലാഷം വളരെ ശക്തമായിട്ട് ഊന്നി പറഞ്ഞു. നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ആർക്കും ഒരു സംശയവുമില്ല. അതിലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഭരണഘടനാ ജനാധിപത്യ രാജ്യമാണ്. നാളെ വിൽ ഓഫ് ദ പീപ്പിൾ ആണെന്ന് പറഞ്ഞ് പാർലമെന്റ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരേ ഒരു ഡിഫൻസ് ഭരണഘടനയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നമ്മൾ പറയും ഇവിടെ മൈനോറിറ്റിക്ക് ഈക്വൽ റൈറ്റ് ഉണ്ട്. അപ്പൊ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടൊരു നിയമം പാസ്സാക്കാൻ കഴിയില്ല. ഗവർണർമാര് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗമാണ്. 168 ആർട്ടിക്കിൾ. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻക്ലൂഡ്സ് ഗവർണർ. അതേപോലെ തന്നെ പ്രസിഡന്റ് പാർലമെന്റിന്റെ ഭാഗമാണ്, ആർട്ടിക്കിൾ 79. അപ്പൊ അങ്ങനെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നതും വളരെ കൃത്യമായിട്ടില്ല. മന്ത്രിസഭ പാർലമെന്റിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ നിയമസഭയുടെ ഭാഗമാണ് മന്ത്രിസഭ. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ളതും ഇന്ത്യൻ ഭരണഘടനയിൽ വ്യത്യാസമുണ്ട്. ഗവർണർമാർക്ക് ഡിസ്ക്രിപ്ഷൻ ഇല്ല എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഗവർണർക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഭരണഘടന 163 പറയുന്നു, ഗവർണർ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലോ അല്ലാതെയോ അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. ഗവർണറാണ് അതിന്റെ പരമാധികാരി എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 163 വളരെ കൃത്യമായിട്ട് ഗവർണറുടെ വിവേചനാധികാരത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 200 ഒരു ബില്ല് തിരിച്ചയക്കുകയാണെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 201 വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. ആർട്ടിക്കിൾ 201 പ്രസിഡന്റിന് അയച്ചു കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്കില്ല. ഗവർണറെ പ്രസിഡന്റിന് അയക്കാം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്, 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് അത് നിർവചിച്ചുകൊണ്ട് രാഷ്ട്രപതി തിരിച്ചയക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്ന് പറയാം. പക്ഷെ അത് ഭരണഘടനാ ബെഞ്ച് ആയിരിക്കണം. കാരണം ഇതെല്ലാം ഭരണഘടനയിൽ നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടി, ജനങ്ങൾ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ ഗവർണറെ ശരിയായ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമോ? ആ ചോദ്യത്തിന് നേരത്തെ ഇവിടെ സദാശിവത്തിന്റെ ഉദാഹരണം പറഞ്ഞു. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ജസ്റ്റിസ് ഫാത്തിമ ബീവി തമിഴ്നാട് ഗവർണർ ആയിരുന്നു. എന്തിനാണ് അവരെ ഡിസ്മിസ് ചെയ്തത്? രാഷ്ട്രീയപരമായിട്ട് തമിഴ്നാട് കേന്ദ്ര മന്ത്രിസഭയിലെ ചില മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്നുള്ള വിശ്വാസത്തിൽ കേന്ദ്ര മന്ത്രിസഭ ഒരു അഭിപ്രായം ചോദിച്ചു. ഗവർണർ ചീഫ് സെക്രട്ടറി എഴുതി അയച്ച നോട്ട് അതേപടി ഫോർവേഡ് ചെയ്ത് കൊടുത്തു കേന്ദ്രമന്ത്രിസഭയ്ക്ക്. അപ്പോൾ കേന്ദ്രമന്ത്രിസഭ ആ ഗവർണറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതയുള്ള സ്ഥാപനത്തിരിക്കുന്ന ആളാണ് ഗവർണർ. ഗവർണർക്ക് സംസ്ഥാന നിയമസഭ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് എല്ലാം ശരിയാണ് എന്ന് സമ്മതിക്കാനുള്ള ബാധ്യത ഇല്ല. പക്ഷെ ഗവർണർ ഏതൊക്കെ ഒരു മിനിറ്റ് കൂടി, ഒരു ക്ലാരിഫിക്കേഷൻ. 3 കാര്യങ്ങളിലാണ് സാധാരണഗതിയിൽ ഗവർണർ ഇടപെടാറുള്ളത്. ഒന്ന്, സഭയ്ക്ക് ഈ ബില്ല് പാസ്സാക്കാനുള്ള അധികാരമുണ്ടോ, സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിഷയത്തിലാണോ നിയമം എന്ന് നോക്കും. 2, ഭരണഘടനയ്ക്ക് വിധേയമാണോ നിയമം എന്ന് നോക്കാം. 3ാമതായിട്ട് തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ഈ നിയമം നല്ലതാണോ, ഔചിത്യമുണ്ടോ, ഇങ്ങനെ വേണമായിരുന്നോ എന്ന് നോക്കേണ്ടത് സഭയാണ്. സഭയിലെ പ്രതിപക്ഷത്തിന് ചോദ്യം ചോദിക്കാം, ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഗവർണർക്ക് ഈ നിയമം ഇങ്ങനെ വേണോ എന്ന ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഗവർണർക്ക് ചോദിക്കാവുന്നത് ഭരണഘടനാ വിധേയമാണോ എന്ന് മാത്രമാണ്. പക്ഷെ ആ ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് സുപ്രീം കോടതി പറഞ്ഞത് മാത്രം ശരിയാണ്. അല്ല, അവസാനമായിട്ട് അമേരിക്കയിൽ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇന്ത്യയിൽ അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്, പഴയ ഒരു പ്രസിഡന്റിനെ എപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. ആൻഡ്രൂ ജാക്സൺ എന്ന് പറയുന്ന പ്രസിഡന്റ് പറഞ്ഞു, സുപ്രീം കോടതി ഒരു വിധി പാസ്സാക്കി, ഇനി സുപ്രീം കോടതി അതങ്ങ് നടപ്പാക്കട്ടെ എന്ന് ചീഫ് ജസ്റ്റിസ് ജോൺ മാർഷലിന്റെ അടുത്ത് ആൻഡ്രൂ ജാക്സൺ എന്ന് പറയുന്ന പ്രസിഡന്റ് പറഞ്ഞു. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വാൻസ് അത് എടുത്ത് പറയാറുണ്ട്, സുപ്രീം കോടതി എന്തെങ്കിലുമൊക്കെ പറയും, ഞങ്ങൾ അത് നടപ്പാക്കില്ല എന്നുള്ള ഒരു ധ്വനിയാണ് അതിലുള്ളത്. അങ്ങനെ ഇന്ത്യയിൽ സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഇന്ത്യയിൽ ഭരണഘടനയുണ്ട്, 144 പറയുന്നുണ്ട് സുപ്രീം കോടതി പറയുന്ന വിധികൾ ബാധകമാണെന്ന്. അപ്പോൾ സുപ്രീം കോടതിക്ക് ഒരു ബാധ്യതയുണ്ട്. ഭരണഘടനാ വിധേയമായിട്ട് 5 അംഗം എന്ന് പറഞ്ഞാൽ 5 അംഗം തന്നെ പറയണം. അപ്പോൾ പറയുന്നതിന് ഒരു പ്രസക്തി വരും, ഗവൺമെന്റിന് അത് ബാധ്യത ഉണ്ടാവും. ശരി, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഒറ്റ മിനിറ്റിൽ. സമയപരിമിതി ഉള്ളതുകൊണ്ട് വ്യക്തമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതിന് മറുപടിയായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. പാർലമെൻറ്റും നിയമസഭയും പാസ്സാക്കിയിട്ടുള്ള ബില്ല് ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് വിധി കൽപ്പിക്കാനുള്ള അവകാശം, അധികാരം രാഷ്ട്രപതിക്കും ഗവർണർക്കുമല്ല, കോടതിക്കാണ്. ഒരു സംശയവും വേണ്ട, ഭരണഘടനാ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാർലമെൻറ്റും നിയമസഭയും പ്രവർത്തിക്കേണ്ടത്, എക്സിക്യൂട്ടീവ് പ്രവർത്തിക്കേണ്ടത്, ഈവൻ ജുഡീഷ്യറി പോലും.
അപ്പോൾ ഭരണഘടനാ വിധേയമായി തന്നെയാണ് ബില്ലുകൾ പാസ്. അത് ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് വിധി കൽപ്പിക്കേണ്ടത്, തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ്. അത് അനന്തമായി ബില്ലുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കലല്ല. ഇപ്പോൾ അദ്ദേഹം തന്നെ നേരത്തെ ശ്രീ പി കൃഷ്ണദാസ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം. ഇപ്പോൾ കാവേരിയുമായി ബന്ധപ്പെട്ട, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ സംബന്ധിച്ച് കേരള നിയമസഭ ഒരു നിയമനിർമ്മാണം നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മെറിറ്റ്സിനെ സംബന്ധിച്ച്, ഡിമെറിറ്റ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് പരിശോധിക്കാം. പക്ഷേ അതിനെ സംബന്ധിച്ച് ആ നിയമം ഭരണഘടനാപരമായി സാധുതയാണോ അല്ലയോ എന്ന് ചോദ്യം ചെയ്യാനുള്ള അവകാശം, അധികാരം ജനങ്ങൾക്കുണ്ട്, സംസ്ഥാനങ്ങൾക്കുണ്ട്. അത് കോടതിയിൽ ചോദ്യം ചെയ്യാം. ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള പ്രശ്നം, നമ്മുടെ ചർച്ചയുടെ ഏറ്റവും കോർ ഇഷ്യൂ, ഈ പറയുന്ന ഗൈഡ് ലൈൻസ്, ഈ പറയുന്ന ടൈം ഫ്രെയിം, അത് ഭരണഘടനാ ഭേദഗതിയാണോ, ഈ അനുച്ഛേദത്തിൻ്റെ വ്യാഖ്യാനമാണോ എന്നതിനെ സംബന്ധിച്ചാണ് വ്യക്തമായിട്ടുള്ള ഒരു ചർച്ച ഉയർന്നു വന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ലോജിക്കലാണ്, 5 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരേണ്ടതാണ് എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷേ എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായത്തിൽ അത് രാഷ്ട്രീയ വീക്ഷണത്തിനപ്പുറത്ത് എൻ്റെ നിയമബോധം പറയുന്നു, ഒരു സംശയവും വേണ്ട, ഇതൊരു പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് ആണ് ഈ ആർട്ടിക്കിളിന്റെ കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഏതായാലും ഈ സുപ്രീം കോടതി ഉത്തരവിനെതിരെ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഗവർണർ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ വലിയ നിയമ തർക്കങ്ങളിലേക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.